ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ രാത്രിയായപ്പോൾ നമ്മളെ രോഹിത്തിൻ്റെ റൂമിലേക്ക് ബബിയെ വിളിക്കുന്നുണ്ട്. ഫോണിലാണ് കോൾ ചെയ്യുന്നത്. ആ സമയത്ത് ബബി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ മുകളിൽ നിന്ന് താഴേക്ക് എന്നെ ഫോൺ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ എൻ്റെ റൂമിലോട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബബി നമ്മുടെ രോഹിത്തിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ രാജാവാണോ ഖജനാവിലേക്ക് വിളിച്ചു വരുത്തുന്നത്, നിനക്കെന്താ താഴേക്ക് വന്ന് പറഞ്ഞാലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം പറയാണ്. അങ്ങനെ കഥ അടയ്ക്കുന്നുണ്ട്. നീ എന്തിനാ അച്ഛൻ്റെ മുൻപിൽ വെച്ച് അങ്ങനെ പറഞ്ഞത്? നിനക്ക് ഓർമ്മയില്ലേ അച്ഛൻ നമ്മളോട് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ? അമ്മ എന്തായാലും നമ്മുടെ അടുത്ത് വഴക്കിന് വരും. നീ എന്താ അതൊക്കെ മറന്നുപോയോ? ആ സമയത്ത് നീ എന്തിനാ തട്ടിക്കേറി ഓരോന്ന് പറയാൻ നിന്നത്? പിന്നെ നീ അങ്ങനെ ചോദിച്ചത് ഒരിക്കലും ശരിയായില്ല. നീ എന്തിനാ പറഞ്ഞത് അമ്മ ഓരോന്ന് പറയുമ്പോൾ അച്ഛൻ അമ്മയെ അടക്കി നിർത്തണമെന്ന്? അത് കൂടുതൽ പ്രശ്നത്തിലേക്കല്ലേ പോയത്? നീ കണ്ടോ, അമ്മയെ ശ്രദ്ധിച്ചോ? അമ്മയ്ക്ക് നല്ല വിഷമായിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ അവൾ ആദ്യം പറയുന്നുണ്ട്, ഞാൻ എല്ലാം കേട്ട് മിണ്ടാതിരിക്കണോ, അതൊന്നും എനിക്ക് പറ്റില്ല എന്ന്. പിന്നെ അവൾക്ക് മനസ്സിലായി അമ്മയ്ക്ക് വിഷമായിട്ടുണ്ടെന്ന്. രോഹിത് പറയുകയും ചെയ്ത്, ഇപ്പോൾ അമ്മയും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അച്ഛനും എന്തോ വിഷമായിട്ടുണ്ട്. ആ സമയത്ത് അച്ഛൻ്റെ കണ്ണുകളിലും ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. അച്ഛൻ പിന്നെ ആ വാക്കുകളിൽ ഒതുക്കി കഴിഞ്ഞതാണ്. പിന്നെ എന്തായാലും നീ കേട്ടില്ല അച്ഛൻ പറഞ്ഞത്, അമ്മ അലഞ്ഞു തിരിഞ്ഞു വന്ന പ്രേതാണെന്ന്. അപ്പോൾ അമ്മയുടെ മുഖം നീ ശ്രദ്ധിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ബബിക്കും വേണ്ടില്ലായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കാം, ഇനി അങ്ങനെ പ്രശ്നങ്ങളിലേക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളെ ആവത്തുള്ളൂ. അമ്മ എന്തായാലും ദേഷ്യപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുക, അതൊരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ബബി ആണെങ്കിൽ പറയുന്നുണ്ട്, കുറച്ച് മടിയുണ്ട് അവൾക്ക് പറയാൻ. എങ്കിൽ കൂടി അവൾ പറയുന്നുണ്ട്, എന്തിനാ അച്ഛനും അമ്മയും രണ്ടും രണ്ട് സ്ഥലത്തായിട്ട് കിടക്കുന്നത്? മുകളിലല്ല അച്ഛൻ കിടക്കുന്നത്, അമ്മ താഴെയും. അതാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. അവർക്ക് എന്താ ഒരുമിച്ച് കിടന്നാലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ രോഹിത് പറയുന്നുണ്ട്, അതിന് അവർക്ക് അച്ഛൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അലീന ചേച്ചി വന്ന സമയത്ത് അമ്മ അത്രമാത്രം അച്ഛനെ ഹരാസ് ചെയ്തതല്ലേ, അതുകൊണ്ട് ആ ദേഷ്യം കൊണ്ടായിരിക്കും ഒരുമിച്ച് കിടക്കാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരതൊക്കെ സംസാരിച്ച് ഗുഡ് നൈറ്റും പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് നമ്മുടെ ബബി. അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് ഡൈനിങ് ഹാളിലൊക്കെ ഭയങ്കര ഇരുടായിരിക്കും കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ലൈറ്റ് ഇടുന്നുണ്ട്. ആ സമയത്ത് മുന്നിൽ വൈജയന്തി ഉണ്ടായിരിക്കും. നമ്മുടെ ബബി ആണെങ്കിൽ ഒരു നിമിഷം പേടിച്ചു പോയി. ഇരുട്ടത്തുനിന്ന് പെട്ടെന്ന് വെളിച്ചം കണ്ടപ്പോൾ, അവിടെ വൈജയന്തിയും കൂടി കണ്ടപ്പോൾ, ആ സമയത്ത് ഇവള് പേടിച്ച സമയത്ത് നമ്മുടെ വൈജയന്തി ആണെങ്കിൽ പറയുന്നുമുണ്ട്, നീ എന്തിനാ പേടിച്ചതെന്ന്. പെട്ടെന്ന് വെളിച്ചം കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി, മനസ്സിൽ ഇരുട്ടുള്ളവർക്ക് വെളിച്ചം കണ്ടാൽ പേടി ഉണ്ടാവത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ബബിയുടെ അടുത്ത് വൈജയന്തി. അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു തർക്കം വീണ്ടുമായി. അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ആദ്യം അമ്മയുടെ മനസ്സിലെ ദുഷിപ്പൊക്കെ ഒന്ന് ഒഴിവാക്കി, എന്നാലേ അമ്മ നന്നാവത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും വൈജയന്തി കുറച്ച് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. നീ എങ്ങോട്ട് പോയതായിരുന്നു ഈ രാത്രിന്ന്? ഞാൻ രോഹിയേട്ടൻ്റെ റൂമിലേക്ക് പോയതായിരുന്നു. ഈ രാത്രിയോ? അവിടെ എന്തായിരുന്നു? ഞങ്ങൾക്ക് പലതും സംസാരിക്കുന്നുണ്ടെന്ന്. പ്രായപൂർത്തിയായ ഒരു ആൺകുട്ടിയുടെ റൂമിലേക്ക് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി ഈ സമയത്താണോ കയറി ചെല്ലേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സ്വന്തം ആങ്ങളെയും പെങ്ങളെയും വെച്ചിട്ടാണ് വൈജയന്തി ഇങ്ങനെ പറയുന്നത്. രണ്ടും സ്വന്തം മക്കൾ തന്നെയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കൊല്ലപ്പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ആങ്ങളമാരുമായിട്ട് എത്ര അകലം പാലിച്ചിരുന്നു, ആ ഡിസ്റ്റൻ്റ് ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? അങ്ങനെയാണെങ്കിൽ ഇവിടെയും അത് പാലിക്കായിരുന്നു എന്ന്. എന്തായാലും അത് കേട്ടപ്പോഴും നല്ല ദേഷ്യം വന്നു നമ്മളെ വൈജയന്തിക്ക്. നീ എന്നോട് തട്ടുത്തരം പറയാൻ ആയോടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ആങ്ങളെയും പെങ്ങളും ഇത്രയും ഗ്യാപ്പിട്ട് സംസാരിക്കണം, ഇങ്ങനെ രാത്രി പോകാൻ പാടില്ല എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ ബബി പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത്രയും മോശമായിട്ട് സംസാരിച്ചത് അവൾക്ക് തീരെ സഹിച്ചില്ല. എന്തായാലും ബബി വൈജയന്തിയോട് എന്തൊക്കെയോ പിറുപിറുത്ത് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. എന്താന്ന് ചോദിച്ചിട്ട് പിന്നെ പറഞ്ഞില്ല, ഞാൻ പറയുന്ന സമയത്ത് കേൾക്കണമായിരുന്നു എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. എന്തായാലും റൂമിൽ വന്നിരുന്നു ഭയങ്കര വിഷമിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ ബബി. ആ സമയത്ത് അലീന ചേച്ചിയെ വിളിച്ചാലോ എന്ന് ആലോചിച്ചിരുന്നു. പിന്നെ വിചാരിച്ചു വേണ്ട, ഇത്രയൊക്കെ സമയമായില്ലേ എന്ന് വിചാരിച്ച് വിളിച്ചില്ല കേട്ടോ. ഓൺ ദി സ്പോട്ടിൽ നമ്മൾ അലീന ചേച്ചി ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ചേച്ചിയെ ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാൻ വെച്ചതായിരുന്നു, അപ്പോഴാണ് ചേച്ചി ഉറങ്ങിയെന്ന് വിചാരിച്ച് വിളിക്കാഞ്ഞതാണ്. ഇത് എന്തൊരു മറിമായ എന്ത് മാജിക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോഴാണ് ഒന്ന് കിടക്കാൻ വന്നത്, അപ്പോൾ വിളിക്കാമെന്ന് വിചാരിച്ച് വിളിച്ചതാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും അവിടുത്തെ വിശേഷം പറയാമെന്നൊക്കെ നമ്മളെ ബബി പറയുന്നുണ്ട് കേട്ടോ. ഇന്നലെ വരെയുള്ള വിശേഷങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ചേച്ചിക്ക് അവിടെ നല്ല പണികളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ ചില ദിവസങ്ങളിൽ എനിക്ക് നല്ല ഹാർഡ് വർക്കിംഗ് ആ, ചില ദിവസങ്ങളിൽ ഒന്നും എനിക്ക് ചെയ്യാനുണ്ടാവില്ല. ഒന്നും ചെയ്യാനുണ്ടാവാതെ ഇരിക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അലീന പറയുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പണിയൊന്നും അവൾക്ക് അവിടെ ഇല്ല, പക്ഷേ അവിടെ പപ്പയെയും വലിയപ്പച്ചനെയും അടക്കി നിർത്തലാണ് അവളുടെ ഇപ്പോഴത്തെ പണിയെന്നാണ് അവൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. രോഹിത്തിൻ്റെ റൂമിൽ പോയി നീ ഗുഡ് നൈറ്റ് പറഞ്ഞോ എന്ന് പ്രത്യേകം ചോദിക്കുന്നുണ്ട്. രോഹിത് കിടന്നോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുമ്പോഴാട്ടോ, നീ എന്താ അങ്ങനെ പറയുന്നത്, നീ ഗുഡ് നൈറ്റ് ഒക്കെ പറയൽ നിർത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ പരസ്പരം ആരോടും മിണ്ടാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന് ചോദിക്കും.
ചോദിക്കുന്നുണ്ട് നമ്മളെ അലീന. അപ്പോൾ അന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും നമ്മളെ ബബി പറയുന്നുണ്ട് കേട്ടോ. ഞാൻ രോഹിയേട്ടൻ്റെ റൂമിലേക്ക് പോയിരുന്നു, പിന്നെ പോയപ്പോൾ അമ്മ ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചു, ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ, അമ്മ എന്താ ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ കാരണം അച്ഛനുമായിട്ട് അമ്മ ഒരു വഴക്കുണ്ടായി, അപ്പോൾ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു അമ്മയുടെ അടുത്തെന്നൊക്കെ പറയുമ്പോൾ നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, രോഹിത്തും നീയും അങ്ങനെ സംസാരിച്ചെന്ന് വിചാരിച്ച് അമ്മ മോശമായിട്ട് ചിന്തിച്ചിട്ടൊന്നും അല്ല, അമ്മയ്ക്ക് അവിടെ അധികാരം സ്ഥാപിക്കണം, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അല്ലാതെ നീ അതിൽ കൂടുതലൊന്നും ചിന്തിക്കല്ലേ, മേഡം പറയുന്നത് പോലെ തന്നെ കേട്ട് നിന്നോളൂ, പക്ഷേ തെറ്റുകൾ കണ്ടാൽ ന്യായീകരിക്കണം, അതെല്ലാം ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളായിട്ടൊരു പ്രശ്നത്തിലേക്ക് പോവരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. എന്തായാലും എനിക്കിവിടെ നിന്നിട്ട് മടുത്തു, എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാൻ തോന്നുന്നു എന്നൊക്കെ ബബി പറയുന്നുണ്ട് കേട്ടോ. അയ്യോ അങ്ങനെ പറയില്ലടാ, നിനക്ക് എന്ത് വിഷമം വന്നാലും എന്നെ വിളിച്ചുകൂടെ, ഞാൻ ഉണ്ടായിരിക്കും, ഞാൻ എന്തായാലും അങ്ങോട്ട് വരും, വീട്ടിലേക്കല്ല കേട്ടോ കോളേജിലേക്കോ വേറെ എവിടേക്കെങ്കിലും നിന്നെ കാണാൻ ഞാൻ വരണ്ടെന്നൊക്കെ അലീന പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ചേച്ചി നിൽക്കുന്ന സ്ഥലത്തെ ലൊക്കേഷൻ ഒന്ന് എനിക്ക് അയച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് അച്ഛൻ അറിയാലോ, അച്ഛനോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. എനിക്ക് അച്ഛനോട് പറയണ്ട, ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തിനാ, എനിക്ക് അങ്ങോട്ട് വരാലോ ചേച്ചിയെ കാണാനെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഭയങ്കര സങ്കടത്തിൽ കാര്യങ്ങളൊക്കെ നമ്മളെ ബബി അലീനയോട് അറിയിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് അലീനയ്ക്കും വിഷമാവുന്നുണ്ട്. നിനക്ക് വിഷമായോ, നീ എന്താ മിണ്ടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഒന്നും മിണ്ടാൻ തോന്നുന്നില്ല അലീന ചേച്ചി എന്ന് പറയുന്നുണ്ട്. നീ മോളിപ്പോൾ കിടന്നുറങ്ങിക്കോ, സാരമില്ല, ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ബബി പറയുന്നുണ്ട് ചേച്ചി വെക്കല്ലോ എന്ന്. ഇല്ല മോളെ ഞാൻ വെക്കില്ല, നീ ഉറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ബബി കിടന്നുറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അലീന ഫോണൊക്കെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അവളുടെ ഉറക്കമൊക്കെ മുറുകി കഴിഞ്ഞതിന് ശേഷമാണ്, അവളുടെ ശ്വാസം കേട്ടുകൊണ്ടാണ് നമ്മളെ ബബി ഉറങ്ങുന്നത്. എന്തായാലും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒരു വിധത്തിൽ ബബിക്ക് ഒതുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല, അവളുടെ കൺട്രോൾ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണമോളെയും അതുപോലെ തന്നെ രോഹിത്തിനെയും അപേക്ഷിച്ച് പെട്ടെന്ന് ഒരു ക്യാരക്ടർ ചേഞ്ച് ആവുന്ന ഒരു ആളാണ് നമ്മുടെ ബബിക്ക്. അവൾക്ക് തെറ്റ് കണ്ട അപ്പോൾ ന്യായീകരിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനവും ഉണ്ടാവത്തില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ അവിടെ കൂടിക്കൂടി വരുന്നുണ്ട്. വൈജയന്തിയും ബബിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട്. ഒന്നുമല്ല, അവർ മൂന്നും ഒരുമിച്ച് നിൽക്കുന്നത്, അതായത് അച്ഛനും മക്കളും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് വൈജയന്തിക്ക് തകർക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഓരോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്, എങ്കിൽ പോലും തെറ്റുകൾ കാണുമ്പോൾ ന്യായീകരിക്കാതിരിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. എന്തായാലും കഥയിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ ഇനിയും വരാൻ കിടപ്പുണ്ട്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.